ഹായ് സുഹൃത്തുക്കളെ, 1500 അടി ഹൈറ്റിൽ ഇപ്പോൾ ഞാൻ ഉള്ളത് തമ്പുരാൻ പാറയിലാണ്. നല്ല വൈബാണ്, നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ 3 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടാവും. കാണുമ്പം അറിയാൻ പറ്റും. ഞാൻ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് തമ്പുരാൻ പാറ. ഞാൻ ഓൾറെഡി പാറയുടെ മുകളിലാണ് ഉള്ളത്. നല്ല ഹൈറ്റാണ്, വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശകലം വെയിലുണ്ട്, താഴ്ഭാഗം കാണുമ്പം അറിയാൻ പറ്റും. വെയിലുള്ളത് കൊണ്ടാണ്. എൻ്റെ മുകളിൽ കയറി പറ്റുന്ന ലൈൻ എനിക്കറിയില്ല, വഴി. ഞാൻ ഇത്രയും ഹൈറ്റ് വരെ കയറിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും ഫീറ്റിലാണ് ഉള്ളത്, കാണുമ്പോൾ അറിയാൻ പറ്റും. അവിടെ സ്റ്റീൽ ബാർ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറുന്ന ഏത് വഴിയാണെന്ന് അറിയില്ല. മുകളിൽ കയറണമെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറണം, അതുവഴിയായിരിക്കും പോകുന്നത്. 100 സ്റ്റെപ്പോളം ഉണ്ട് കയറി വരുന്ന വാക്കിൽ. ഭയങ്കരമായ ഹൈറ്റാണിത്. ഇത് തമ്പുരാൻ പാറ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലം. എൻ്റെ ഹൈറ്റ് കറക്റ്റ് 1500 അടി ഉയരത്തിലാണ്. കാണുമ്പോഴത്തേക്കും വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. എല്ലാം പാറയാണ്. എൻ്റെ മുകളിലൊന്നും വലിഞ്ഞു കയറാൻ പറ്റില്ല. ഞാൻ നടന്ന് മുകളിലെത്തിയപ്പോൾ തന്നെ ഒരു പാടായി. നല്ല വ്യൂ ആണ്, നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. നല്ല കാറ്റാണ്, ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും താഴ്ഭാഗം, അതിൻ്റെ താഴ്ച. ശകലം നല്ല രീതിയിൽ വെയിലുണ്ട്. മണി ഇപ്പോൾ 3 മണി 4 മണി ടൈമായിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കളും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ താഴ്ച കാണാം. ഇപ്പോൾ ഇതിൻ്റെ പാറയുടെ മുകളിലാണ് ഉള്ളത്. ഏകദേശം കറക്റ്റ് ഇതിൻ്റെ അടിയിലേക്ക് 1500 ഫീറ്റോളം വരും. ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് നാട്ടുകാർ പറഞ്ഞത്. കാരണം ഇപ്പോൾ വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും അറിയില്ല സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ ഹൈറ്റില്ല, എത്തിപ്പെടുന്ന കാര്യം തന്നെ പാടാ. 100 പടിയുണ്ട്. 100 പടി കിടന്നെങ്കിൽ ഒരു കയറി വരാൻ പറ്റത്തുള്ളൂ. എൻ്റെ പള്ളി കയറി ഊപ്പാടൊന്നു പോയി. ഇവിടെ നിന്ന് എങ്ങനെയാണ് കയറേണ്ടത്? വഴി കറക്റ്റാണ്. വീഡിയോ എത്രത്തോളം ലെങ്ത് ഉള്ളതാണ്. എന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് കയറാം. കുറച്ച് ശകലം നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ടിറങ്ങാം. ഇതുവരെ വന്നതല്ലേ, എന്തായിരുന്നാലും വീഡിയോ കിട്ടുമെന്നറിയില്ല. ഇതാണ് പാറയുടെ മുകളിലേക്ക് കയറി പോകുന്ന വഴി. ഭയങ്കര ഹൈറ്റാണ്. കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ ഏറ്റവും നല്ലൊരു വീഡിയോ
ഇതാണ് സ്റ്റെപ്പ്. താഴേന്ന് വരുമ്പോൾ തന്നെ നല്ല ഹൈറ്റാണ്, ഊപ്പാടുമെന്ന് തോന്നുന്നു. ഇതാണ് അതിൻ്റെ ബാർ ലൈൻ. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാർ ലൈനൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല വെയിലായിപ്പോയി. കുറച്ചുകൂടെ താമസിച്ച് വന്നെങ്കിൽ നല്ല ഇത് കിട്ടിയേനെ. കുറച്ച് മുകളിൽ, ഒരുപാട് ഹൈറ്റിൽ പോകാൻ പറ്റില്ല. ആ കാണുന്നത് ഹൈറ്റാണ്. നല്ല ഹൈറ്റിലേക്ക് ബാർ ലൈൻ കെട്ടിയിട്ടുണ്ട്, അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ബാർ ലൈൻ. പിന്നെ മുകളിൽ പോകാം, അത്രയും നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് അതുവരെ പോകാം, അതിൻ്റെ മുകളിൽ പോകാൻ വയ്യ, പറ്റൂല. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല വീഡിയോസാണ്. അങ്ങ് തണലത്ത് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് വീഡിയോ മാറ്റം വരും. അതിൽ ആ കാണുന്നതാണ് ഹൈറ്റ്. അത്രയും ദൂരത്തിൽ നമുക്ക് പോവാം. ബാർ ലൈൻ കെട്ടിയിട്ടുണ്ട്. അതുവരെ ഒന്ന് പോയി നോക്കാം. നോക്കിയിട്ട് അവിടെ നിന്ന് ഹൈറ്റ് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ താഴോട്ട് എത്രത്തോളം, കുറച്ച് ദൂരം കൂടെ പോയി മുന്നോട്ട് പോയി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസാണ്. 20,000 22,000 വ്യൂസേ ആയിട്ടുള്ളൂ. എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ ടോപ്പിലെത്താൻ പറ്റും. ഇതാണ് ഹൈറ്റ്. ഇനി ഇതിൽ കൂടുതൽ മുകളിലോട്ടൊന്നും വയ്യ. ഇതാണ് താഴ്ഭാഗം കാണുന്നത്. താഴോട്ട് എവിടെ നിന്നുണ്ട് നോക്കുമ്പോഴത്തേക്ക് എത്രയായിരം അടിയാകെ ഉയരത്തിലാണെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. വീഡിയോ ഹായ്, ഇത്രയും നല്ലൊരു വീഡിയോ ആയിട്ട് വന്ന് ഭയങ്കര സന്തോഷം. നല്ല വൈബല്ലേ. ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിപ്പെടാനും വീണ്ടും നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റും. വളരെ സന്തോഷമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും ഹൈറ്റിൽ വന്നുകൊണ്ടാണ് കിതയ്ക്കുന്നത്. ശരി, അടുത്ത വീഡിയോ കാണും വരെയും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഇനി പോവാം. മതി. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓക്കെ, ബൈ ബൈ.